ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വേനൽ കടുത്തതോടെ നിലമ്പൂർ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായി തുടങ്ങി. 11 ആദിവാസി കുടുംബങ്ങൾ ചാലിയാറിന്റെ തീരത്ത് താൽക്കാലിക കുടിൽ കെട്ടി താമസം തുടങ്ങി. ഉപ്പട ആനക്കല്ലിൽ വീട് നിർമ്മിച്ച് പുനരധിവസിപ്പിച്ച കവളപ്പാറയിലെ 11 കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ ദുരിതത്തിലായതോടെ ചാലിയാറിന്റെ തീരത്ത് അഭയം തേടിയിരിക്കുന്നത്. കിണർ വറ്റി തൊണ്ട നനയ്ക്കാൻ കൂടി വെള്ളം കിട്ടാതായതോടെയാണ് ആദിവാസി കുടുംബങ്ങൾ വീട് വിട്ട് ചാലിയാറിന്റെ തീരത്ത് താൽക്കാലിക ഷെഡുകൾ കെട്ടി താമസം തുടങ്ങിയത്. 2019 പ്രളയത്തിൽ തകർന്ന കവളപ്പാറ കോളനിയിലെ 32 കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. പോത്തുകൽ പഞ്ചായത്ത് മഞ്ഞപ്പിത്ത രോഗഭീതിയിൽ നിൽക്കുമ്പോഴും ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ ശുദ്ധജലം എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നിലമ്പൂരിൽ ITDPയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് ആദിവാസി കുടുംബങ്ങൾ പറയുന്നത്. അധികൃതർ ഇടപെട്ട് അടിയന്തരമായി ജലം ലഭ്യമാക്കിയാൽ ഈ പുഴയോരത്ത് നിന്നും വീടുകളിലേക്ക് മടങ്ങാമെന്നാണ് ഇവർ പറയുന്നത്. ഒന്നിനും പറ്റണില്ല, അതിന് പറയാ. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ വരുന്നത്. പിന്നെ അവിടെ വെള്ളം കിട്ടണമെന്ന് പറഞ്ഞാൽ കുടിക്കാൻ മാത്രം വെള്ളം കിട്ടും. രാവിലെ കഞ്ഞി വെക്കാനും അല്ലാതെ വേറെ ഒന്നിനും വെള്ളം കിട്ടലില്ല. ഞങ്ങൾ പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരും, അല്ലാതെ വേറൊരു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പുഴയോരത്തുണ്ട്. പോത്തുകല്ല് കവളപ്പാറ ആദിവാസി കോളനിയിലെ 32 കുടുംബങ്ങൾക്കാണ് നവകവളപ്പാറ എന്ന പേരിൽ പോത്തുകൽ ആനക്കല്ലിൽ വീട് നിർമ്മിച്ചു നൽകിയത്. ഈ കുടുംബങ്ങൾക്ക് ഒരു കിണറാണുള്ളത്. വേനൽ കടുത്തതോടെ കിണറിൽ ജലം വറ്റി താഴ്ന്നു. കൗമാരപ്രായക്കാരായ 10ഓളം വിദ്യാർത്ഥിനികൾ ഈ കോളനിയിലുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭിക്കുന്നില്ല എന്നിവർ പറയുന്നു. ബാക്കി 21 കുടുംബങ്ങളും പുഴയുടെ തീരത്തേക്ക് താമസം മാറ്റാൻ ഒരുങ്ങുകയാണ്. കിണറ്റിന്റെ ആഴം താഴ്ത്തുക മാത്രമാണ് ഏക പോംവഴിയെന്ന് പോത്തുകൽ പഞ്ചായത്ത് അംഗം അബ്ദുൽ നാസർ സാമ്പിക്കൽ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.